ഇനി പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ബെറ്റർ ലൈഫ് സ്പെഷ്യൽ. ബെറ്റർ ലൈഫിൽ മുൻപുള്ള എപ്പിസോഡുകളിലെല്ലാം പലതരം രോഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത്. പതിവിന് വിപരീതമായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യ ശരീരത്തെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ മനുഷ്യരെല്ലാവരും. ലോകത്തുള്ള ഏറ്റവും സങ്കീർണമായ യന്ത്രം ഏതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, മനുഷ്യ ശരീരം. അത്രയേറെ അത്ഭുതങ്ങളും അതിശയങ്ങളും വളരെയേറെ മനുഷ്യരെ ചിന്തിപ്പിക്കുന്നതുമായ പ്രവർത്തനമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. പല ശരീര പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ ഉപരിയാണ്. നിങ്ങൾ എൻ്റെ തള്ളവിരൽ കാണുന്നില്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ്. ഇതേപോലെ ഒരെണ്ണം ലോകത്ത് എവിടെയെങ്കിലുമുണ്ടോ? ഇത് തന്നെയാണ് മനുഷ്യരിലുള്ള അത്ഭുതങ്ങൾ. ഒരു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം 1,00,000 പ്രാവശ്യം അവൻ്റെ ഹൃദയം ഇടിക്കുന്നുണ്ട്. അത് എപ്പോൾ തുടങ്ങുന്നു? ഭ്രൂണാവസ്ഥയിൽ, അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഏകദേശം 4 ആഴ്ച ആകുമ്പോൾ തുടങ്ങുന്ന ഹൃദയമിടിപ്പ് എൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ മരിക്കുന്നിടം വരെ ഇത് നിൽക്കാതെ താളം തെറ്റാതെ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തുണ്ടാക്കുന്ന ഏതെങ്കിലും മെഷീൻ ഇതേപോലെ പ്രവർത്തിക്കാൻ സാധിക്കും ഏതെങ്കിലും സമയത്ത് നിർത്താതെ? അത് തന്നെയാണ് മനുഷ്യരിലുള്ള അത്ഭുതങ്ങൾ. നമ്മൾക്ക് ആദ്യമായി ബ്രെയിനിൽ തുടങ്ങാം. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ മാസ്റ്റർ കമ്പ്യൂട്ടറാണ്. ഏകദേശം 3 പൗണ്ട് 1200 ഗ്രാമോളം വെയിറ്റ് വരുന്നതും അതിൽ 80% വെള്ളവുമാണ്. ബ്രെയിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾ, കാഴ്ച, കേൾവി, എല്ലാത്തരം സെൻസേഷനുകൾ, ഇതിനെല്ലാം ബ്രെയിനിൽ ഓരോ സെൻറ്ററുകളുണ്ട്. ഓരോ ഭാഗത്ത് കൃത്യമായി അത് സെൻസേഷൻ അപ്രീസിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് നോക്കാം. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഡിക്ഷണറി എന്ന് പറയപ്പെടുന്നത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്നുള്ളതാണ്. അതിൻ്റെ 5 ഇരട്ടി സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഹ്യൂമൻ ബ്രെയിനിനുള്ളത്. ബ്രെയിനിൽ താഴേക്ക് വരുമ്പോഴത്തെ നമുക്ക് കാണാം ഐബ്രോസ്. എന്തിനാണിത്? കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, കണ്ണിലേക്ക് വിയർപ്പ് വീഴാതിരിക്കാൻ വേണ്ടി, നമ്മളുടെ സൗന്ദര്യത്തിന് വേണ്ടിയും ഐബ്രോസ് ഉപയോഗിക്കുന്നു. ഏകദേശം 500 മുതൽ 550 വരെ ഹെയറുകളാണ് ഐബ്രോസിലുള്ളത്. താഴോട്ട് വരുമ്പോൾ കൺപീലിയുണ്ട്. അത് ഏകദേശം 5 മാസത്തിലൊരിക്കൽ ഇങ്ങനെ പുതിയ പുതിയ പീലുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് എന്തിനു വേണ്ടിയാണ്? കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഒരാൾ ഒരു ദിവസം ഏകദേശം 15,000 പ്രാവശ്യം കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പെണ്ണുങ്ങൾ ആണുങ്ങളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. കണ്ണ് എന്ന് പറയുന്നത് ലോകത്ത് കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ ക്യാമറയാണ് കണ്ണെന്ന് പറയുന്നത്. അത് ഏകദേശം 6 മസിലുകളാണ് കണ്ണിലുള്ളത്. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഡിഫറൻറ്റ് സാധനങ്ങളെ കണ്ണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും പ്രാവശ്യം ഈ കണ്ണ് നിത്യേന വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉറക്കത്തിലും അല്ല, ഡേയും നൈറ്റും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രമാണ് കണ്ണ്. ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം മൂക്ക്. മൂക്കിനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 50,000 സ്മെല്ലുകൾ, ഡിഫറൻറ്റ് സ്മെല്ലുകൾ അപ്രീസിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെ റീകളക്ട്, അതിന് മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മൂക്കിനുണ്ട്. മൂക്ക് ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റമാണ്. ചൂട് എയറാണ് മൂക്കിൽ കൂടെ കയറുന്നുണ്ടെങ്കിൽ അതിനെ തണുപ്പിച്ച് മുകളിലേക്ക് പോകും, അല്ല എങ്കിൽ തണുത്തതാണെങ്കിൽ ചൂടാക്കി മുകളിലോട്ട് പോകും. അതാണ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരാൾ തുമ്മുന്നതാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓർക്കണം, 160 km/h പല ആൾക്കാരും തുമ്മുന്നത്. അതുകൊണ്ട് തുമ്മൽ സപ്രസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇഞ്ചുറീസ് പലതും ഉണ്ടാകാം. വായിലേക്ക് വരിക, നമ്മൾക്ക് ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല വായിൽ സലൈവ എന്ന സാധനം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ കഴിക്കുന്നത് ദഹിപ്പിക്കാൻ വേണ്ടി വായിൽ സലൈവ ഉള്ളത്. ഒരാൾ ഒരു ദിവസം ആവറേജ് 1-1.5 ലിറ്ററോളം സലൈവ വായിൽ എത്തിക്കുന്നു. ഇത് കഴിക്കുന്ന ആഹാരം ദഹിക്കാൻ സഹായിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സലൈവയുടെ അളവ്
2 സ്വിമ്മിംഗ് പൂൾ നിറയാൻ മാത്രമുള്ള സലൈവ ഒരു മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കയ്യിലെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ടങ്ങിനും ഒരു ടങ് പ്രിൻ്റ് ഉണ്ട്. അത് എല്ലാ ആൾക്കാരിലും വ്യത്യാസപ്പെട്ടിരിക്കും. അവിടുന്ന് നേരെ നമ്മൾ അന്നനാളത്തിലേക്ക് പോവുക. ഏകദേശം അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 15 ഇഞ്ചാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു പ്രത്യേക മസിൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് എന്ന രീതിയിലാണ് താഴോട്ട് പോകുന്നത്. ഒരാൾ തലകുത്തി നിന്ന് കഴിഞ്ഞാലും കഴിക്കുന്ന ആഹാരം ആമാശയത്തിലോട്ടേ പോകത്തുള്ളൂ, താഴേക്ക് വരില്ല. സ്റ്റൊമക്കിനെ കുറിച്ച് നോക്കുക. അടുത്തത് സ്റ്റൊമക്കിൽ ലോകത്തുള്ളതിൽ ഏറ്റവും ഒരു സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ വയറ്റിലുള്ളത്. അതിന് എല്ലാ ആഹാരങ്ങളെയും ദഹിപ്പിക്കാൻ ശക്തിയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സിങ്ക് പോലെയുള്ള മെറ്റൽസിനെ പോലും ദഹിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മളുടെ വയറിലുള്ള ഒരു കവറിംഗ് ഉണ്ട്, മ്യൂക്കോസൽ കവറിങ്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്റ്റൊമക്ക് ഇഞ്ചേർഡ് ആകാതിരിക്കുന്നു. സ്റ്റൊമക്കിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ നമ്മൾ ചെറുകുടലിലെത്തുന്നു. പേര് ചെറുകുടലാണെങ്കിലും ചെറുകുടലിൻ്റെ നീളം ഏകദേശം 4 മനുഷ്യരുടെ ഹൈറ്റ് വരും. ഏകദേശം 22 അടി നീളമാണ് ചെറുകുടലിനുള്ളത്. ചെറുകുടലിൽ നിന്ന് നമ്മൾ കിഡ്നിയിലേക്ക് പോവുക. ഓരോ കിഡ്നിയിലും 1 മില്യൺ നെഫ്രോൺസ്, അതാണ് ഫിൽറ്ററിങ് യൂണിറ്റ് എന്ന് പറയും. 1 മില്യൺ നെഫ്രോൺസ് ഉണ്ട്. ഏകദേശം 1 മിനിറ്റിൽ 1.3 ലിറ്റേഴ്സ് ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്നത്. അതുവഴി ഒരു ദിവസം ഏകദേശം 1.5 ലിറ്ററോളം മൂത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിവറിനെ കുറിച്ച് നോക്കാം. ലിവറാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി എന്ന് പറയുന്നത്. ഏകദേശം 500ഓളം ഫങ്ഷൻസുകളാണ് ലിവർ ചെയ്യുന്നത്. മനുഷ്യശരീരത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം.